ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കുന്നത്. പക്ഷെ വീഡിയോ എടുക്കണമെന്നൊന്നും തീരുമാനിച്ചല്ല ഞങ്ങൾ ഇന്നിരുന്നത്. ഇവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഒരു 11 മണി ആയപ്പോൾ മുതൽ കാറ്റും മഴയും വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു, അച്ഛനും അമ്മയും തന്നെ ഉള്ളു കേട്ടോ. പേടിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് മരമല്ല ഞങ്ങൾ അച്ഛനും അമ്മയും അച്ഛനും ഞങ്ങൾ കെട്ടിയവനും കെട്ടിയോളൂ ഉള്ളു, ഞാനിവിടെ ഇല്ല. ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ അരണ്ട് ഇരിക്കുമായിരുന്നു. എന്നാ ചെയ്യുക, ഈ വീട് കാറ്റെടുത്തോണ്ട് പോകും. അതുപോലുള്ള കാറ്റ് നിലത്തുനിന്ന് അടിച്ചു പൊക്കുമായിരുന്നു. ഞങ്ങളുടെ തൊട്ട് താഴത്തെ പറമ്പിൽ പ്ലാവ് മറിഞ്ഞു, തേക്കൊടിഞ്ഞു, വട്ടയൊടിഞ്ഞു, ഇതൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ പറമ്പിൽ ഒന്നും ഒടിഞ്ഞോ ഇല്ല. അതിനെ ഒടിഞ്ഞു ദൈവം സഹായിച്ചു. മിനിയാത്ര ഏത്തക്കൊല ഒടിഞ്ഞു പോയി, 2 കൊല ഒടിഞ്ഞു പോയി. അപ്പൊ നമ്മൾ ഇന്നൊന്നും നമുക്ക് സംഭവിച്ചില്ല. അപ്പൊ ആ കറണ്ടെല്ലാം പോയേക്കുമായിരുന്നു. ഇതുവരെ ഞാൻ രാവിലെ കുറച്ച് അരി വെള്ളത്തിലിട്ടു. അപ്പൊ ഞാൻ ഒരു ദിവസം അരി അരച്ചു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ആ മാവ് വെച്ചേക്കും. അപ്പൊ ഇന്ന് ഞാൻ അരി വെള്ളത്തിലിട്ടു. അപ്പൊ അത് അരച്ചു വെച്ചാൽ നമുക്ക് 3-4 ദിവസം പിന്നെ ജോലി കുറഞ്ഞല്ല. അപ്പൊ നല്ല ഇതായിട്ടിരിക്കും ആ മാവ് അങ്ങനെ. അപ്പൊ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് എന്നാ ചെയ്യും, അരയ്ക്കുന്ന എന്നാന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് കളയാന്ന് ഞാൻ പറഞ്ഞ അരയ്ക്കണ്ട, നാളെ കറണ്ട് വരുവാന്ന് അരയ്ക്കാമെന്ന്. ഇവൻ പറഞ്ഞ അല്ല നമുക്ക് അരയ്ക്കാം. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചു ചോദിച്ചാ നിങ്ങൾക്ക് കറണ്ട് അവർ പറഞ്ഞു അരി അരയ്ക്കണം കൊണ്ടുവരാൻ പറഞ്ഞു. അരിയൊക്കെ ഞങ്ങളെടുത്ത് റെഡിയാക്കി വെച്ചപ്പോ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചേ കറണ്ട് പോയി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. നമുക്കിവിടെ കറണ്ടിന്റെ പ്രശ്നം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് പോയാൽ വരില്ല നമുക്ക്. കാരണം നമ്മുടെ വല്ലയിടത്തും വരും. നമ്മുടെ സ്ഥലം ഇങ്ങനെ ഇച്ചിരി ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു പ്രത്യേക ടൈപ്പ് സ്ഥലമായതുകൊണ്ട് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ലൈനൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രിയിലൊന്നും ഇവര് KSEB-ക്കാർ വന്ന് നന്നാക്കത്തില്ല. അപ്പൊ അവര് കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഒത്തിരി ഇങ്ങനെ തോട്ടത്തിൽ കൂടി ഒക്കെ ലൈൻ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ടച്ചൊക്കെ വെട്ടി നോക്കി വന്നെങ്കിൽ പാടാം. അപ്പൊ ചിലപ്പോ നമുക്കൊരു 5-6 വീട്ടുകാർക്ക് പോയി അവിടെ കിടക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ആട്ടുകല്ലിൽ അരയ്ക്കാനായിട്ട് കല്ലൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുവാണ്. കറണ്ട് പോകുമ്പോ തെളിയുന്ന ഒരു ലൈറ്റ് ഉണ്ട്, നമ്മൾ അത് ഇതുവരെ എടുക്കാതിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചാൽ വെട്ടം കണ്ടു. നിലവിളക്ക് കത്തിച്ചാണ് എന്നാന്ന് വെച്ചാൽ ഇവിടെ മണ്ണെണ്ണയൊന്നുമില്ല. നമുക്ക് മണ്ണെണ്ണ വിളക്ക് കിട്ടത്തില്ല, ഇപ്പൊ ഇല്ലല്ലോ, നമുക്ക് മണ്ണ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണെണ്ണവിളക്ക് കത്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മണ്ണെണ്ണവിളക്ക് നമുക്ക് ഉണ്ട് അല്ലെ, വിളക്കുണ്ട്, പക്ഷെ മണ്ണെണ്ണ ഇല്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ വിളക്കുണ്ട്, പിന്നെ ഒരു തൂക്കുവിളക്കുണ്ട്. അതെല്ലാം കത്തിച്ച് നമ്മൾ ഫ്രണ്ടിൽ ഇട്ടേക്കുക. ഫ്രണ്ടിൽ തൂക്കുകളൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ വെട്ടം കാണുന്നത്. അപ്പൊ അരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടല്ല കേട്ടോ. ഇതാണ് നമ്മുടെ 4 നാഴി അരിയുണ്ട്, 1.5 അരി ഉഴുന്ന് ഒന്നിച്ചെല്ലാം വിട്ടേക്കണേ. പണ്ടൊക്കെ നമ്മൾ രണ്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അരി അരച്ചിട്ട് പിന്നെ ഉഴുന്ന് അരച്ചിട്ട് അതെന്നാ വെച്ചാൽ മിക്സിയിൽ അരയ്ക്കുമ്പോ ഒന്നിച്ചങ്ങിടാം. പക്ഷെ കല്ലിൽ അരയ്ക്കുമ്പോ എപ്പോഴും നമ്മൾ രണ്ടായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം എന്തായാലും ആട്ടുകല്ലിലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ദൈവം സഹായിക്കാതെ അരച്ചോണ്ടിരിക്കുമ്പോ കറണ്ട് വരുവാന്ന് ഞങ്ങള് എടുത്ത് മിക്സിക്കകത്തിട്ട് അരയ്ക്കും അല്ലെ. ഈ കല്ല് മാറ്റണം ഇതിന്റെ അകത്ത്, ഇങ്ങനെ തന്നെ ഇട്ടാ മതി അല്ലേ. ഒന്നിച്ചെടുത്തില്ല കേട്ടോ, ഇല്ല അല്ലെ. അപ്പൊ ഉണ്ടല്ലോ ഇത് പണ്ട് കാലത്ത്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, കളയണ്ട. അമ്മ പറഞ്ഞു നമുക്കിത് വെള്ളത്തിൽ കഴുകി വരാന്നല്ലേ അമ്മ, കഴുകി വെള്ളത്തിലിടാ, എന്നിട്ട് നമുക്ക് നാളെ അരയ്ക്കാം, കേടായില്ലെങ്കിൽ നാളെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അമ്മ നമുക്ക് ആട്ടുകൽ ഉണ്ടല്ലോ, ഞാൻ അരയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അരയ്ക്കാന്ന് പറഞ്ഞപ്പോ അമ്മ ചാടി വീണിരിക്കുവാണ് അരയ്ക്കാനായിട്ട്. പക്ഷെ എനിക്കിഷ്ടം അരിയൊക്കെ ഇങ്ങനെ അരയ്ക്കുന്നത്, തേങ്ങ അരല്ലേ വെച്ച് അരയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു കാര്യമുണ്ട്, ഈ അമ്മ കുറെ നാളായിട്ട് അരി നമ്മളിങ്ങനെ കല്ലിൽ നിന്ന് അരയ്ക്കാന്ന് കുറെ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നാളും എന്നോട് പറഞ്ഞു നമുക്ക് ഇല്ലവേ നമുക്ക് ഇച്ചിരി അരി അരയ്ക്കാം, ആട്ടുകല്ലിൽ അരയ്ക്കാന്ന്. ഞാൻ പറഞ്ഞു അമ്മേ ആട്ടുകല്ലൊന്നും അരി അരയ്ക്കണില്ല, ഇപ്പൊ തൽക്കാലം മിക്സിക്കകത്ത് അരച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും അമ്മ ഞാനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിലപ്പോ വിചാരിക്കും വയ്യാത്ത അമ്മേനെ കൊണ്ട് അരി അരപ്പിക്കാന്ന് വിചാരിക്കരുത്. ഞാൻ അരി അരയ്ക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു ആഗ്രഹം, അമ്മ പറഞ്ഞു ഇച്ചിരി അമ്മയ്ക്ക് ഒന്ന് അരച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അരയ്ക്കുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനിവിടെ ആട്ടുകല്ലിലൊക്കെ അരി ഇഷ്ടം പോലെ അരച്ചിട്ടുണ്ട് അല്ലേ അമ്മ. നമുക്കിപ്പോ എന്നാ മിക്സിയൊക്കെ വന്നത്, മുമ്പോട്ടേ ഞങ്ങൾ ആട്ടുകല്ലിൽ അരച്ചാണ്. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മിക്സി സുജാതയുടെ പണ്ടത്തെ മിക്സി നിങ്ങൾ ഓർക്കണല്ലോ, ചുമപ്പും വെള്ളയും കളറിലുള്ള ആ മിക്സി. പണ്ട് കാലത്ത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ആ മിക്സി സുമിത്തിന്റെ ആയിരുന്നു. സുജാതയല്ല, സുമിത്ത്. അത് തന്നെ, സുമിത്ത്. എനിക്ക് മാറിപ്പോയി കേട്ടോ, അമ്മയ്ക്ക് മാറിയില്ല. സുമിത്തിന്റെ മിക്സി പണ്ട് എല്ലായിടത്തും സുമിത്തായിരുന്നു മിക്സി അല്ലേ. അത് ഈ പണ്ടത്തെ സിനിമയൊക്കെ ഇല്ലേ, കളർ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തുള്ള സിനിമകളിലൊക്കെ വീടുകളിലൊക്കെ ആ ചുമപ്പും വെള്ളയും കൊണ്ടുള്ള മിക്സി ഉണ്ട്. ആ മിക്സി ഇപ്പോഴും ഇവിടെ ഇരിപ്പില്ലേ അത് മിക്സി ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. ആ സുമിത്തിന്റെ പഴയ മിക്സി ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ മിക്സിയാ പണ്ടത്തെ. അമ്മ മിക്സി അവിടെ ഇരിപ്പുണ്ടോ അറിയാൻ വയ്യ ആക്രിക്കാർക്ക്. ആണോ, അതൊരു ഓർമ്മയാ മിക്സി.
അപ്പൊ നോക്കിയേ, നമ്മളുടെ കറണ്ട് നമ്മളെ ചതിച്ചെങ്കിലും നമ്മുടെ പഴയകാല ആട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നാളെ ദോശ തിന്നും. ദോശ കഴിക്കും. ഞാൻ അരക്കട്ടെ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇത് വെറുതെ നമ്മുടെ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചൊന്നും എടുത്തൊന്നും അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മയുടെ അസുഖമൊക്കെ ഇച്ചിരി കുറഞ്ഞ നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവണില്ലേ? ഈ അരി അരക്കണ കാണുമ്പോ ഇല്ലേ? പണ്ട് ഇവിടെ അടുത്ത് ഇഷ്ടക്കളം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ ഇഷ്ടക്കളക്കാര് തമിഴര് വരും അരി അരയ്ക്കാൻ. അവര് പുഴുക്കലരി അരയ്ക്കുന്നത്, ചാക്കരി. അമ്മ അപ്പൊ അതിന് ഉഴുന്ന് ചേർക്കും അവര് ഉഴുന്ന് കൊണ്ടും വേറെ ഞാൻ മിക്സിക്കകത്ത് അരച്ചു കൊടുക്കും അവർക്ക് ഉഴുന്ന്. എന്നിട്ട് അവർ ആ ഉഴുന്ന് അതിലൂടെ കലക്കത്തില്ല. ഈ അരി മാവ് കൊണ്ടുവന്ന് അവർ വെച്ച് ഒരാഴ്ചത്തേക്ക് അവർ വലിയ കലത്തിലാ കൊണ്ടുവരുന്നത്. രാവിലെ മുതൽ ഇവര് അരി അരയ്ക്കാൻ ഓരോ സെറ്റുകാരാ വരുന്നത്. 10 മണി വരെയൊക്കെ അരയ്ക്കും രാത്രിയിൽ. അപ്പൊ ഇല്ല, അവര് കുഴക്കി ഉഴുന്ന് ചേർക്കത്തില്ല. അവര് അരിമാവ് മാത്രം വെക്കും. ചൂടാൻ നേരത്തെ ഉഴുന്ന് ചേർക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അപ്പൊ അതൊരു ടിപ്പാട്ടോ. അത് ചാക്കരിയാ. ചാക്കരി. അപ്പൊ ചാക്കരി അരയ്ക്കാൻ ഇതിനേക്കാളും പാടല്ലേ? അല്ല, വെള്ളത്തിൽ കിടന്ന് കുതിരും ഇല്ലയോ? അല്ല, എളുപ്പമാണ് ചാക്കരി അരയ്ക്കാൻ. അവരെങ്ങനെയാന്ന് വെച്ചാൽ ചാക്കരി അരച്ചു കൊണ്ടുപോകും, ഉഴുന്ന് വേറെ അരച്ചു കൊണ്ടുപോകും. എന്നിട്ട് രണ്ടും കൂടെ രണ്ടായിട്ട് പാത്രത്തിൽ വെക്കും. എന്നിട്ട് ചുടാൻ നേരത്തെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, അമ്മയുടെ അസുഖമൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെയാണ് ഇപ്പോൾ കാണുന്ന ഈ അരി അരക്കല്. പക്ഷെ എനിക്ക് ഇഷ്ടമാകട്ടെ ഇങ്ങനെ ആട്ടുകല്ലിൽ അരി അരയ്ക്കാനൊക്കെ. നമ്മൾ എന്തോരം അരി അരച്ചിട്ടുണ്ട് ആട്ടുകല്ലില്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ചാനലില് എന്താണ്, നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. 1 ലക്ഷം കഴിഞ്ഞു. 1,50,000 അത്രയും കണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി നമുക്ക്. അപ്പൊ അതിന്റെ ഒരു വലിയ താങ്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളോട് പറയുവാണ് കേട്ടോ എല്ലാവരോടും. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഇത്രയൊക്കെ ഉള്ളൊരു അല്ലേ? അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ അമ്മയ്ക്ക് അല്ലേ? പിന്നെ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. ആവുമെങ്കിൽ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം. എനിക്ക് ഇഷ്ടവുമാണ് അരി അരയ്ക്കാന്, വെള്ളം കോരാന്, വിറവ് കീറാന്, തേങ്ങ കല്ല് അമ്മ ഇപ്പൊ ഇങ്ങനെ അരി അരച്ചോണ്ടിരിക്കുമ്പോ അമ്മേനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പറയൂ കേട്ടോ, എടാ നീ ആ വർത്താനം നടത്തിയിട്ട് നീ അരി വാങ്ങിച്ചരയ്ക്കും, അവൻ അമ്മേനെ കൂടെ അരി അരപ്പിച്ച് കഴിക്കാനായിട്ട് ഇരിക്കുമെന്ന് പറയൂ കേട്ടോ. ആ വീഡിയോ നീ അവിടെ മാറ്റി, ക്യാമറ അവിടെ മാറ്റി വെച്ചിട്ട് അരി അരയ്ക്കാൻ പറയും. മതി മേനി ഞാൻ അരയ്ക്കാം അല്ലേ? അപ്പൊ എന്തായാലും എന്തേ അമ്മ അരി ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ അമ്മ? പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അരച്ചോണ്ടെങ്കിൽ എത്ര കല്ല് അരക്കണമേ നമുക്ക്? അതല്ല ഞാൻ ചോദിച്ചേ. ഇപ്പൊ നമ്മൾ ഇടങ്ങഴി അരിയല്ല, 4 നാഴി അരിയല്ല ഇട്ടെ, 1.5 ഗ്ലാസ് ഉഴുന്നു. 1.5 ഗ്ലാസ് ഉഴുന്നു ഇട്ട്, 4 നാഴി അരി 1.5 ഗ്ലാസ് ഉഴുന്നു അമ്മ ഇട്ടത് അല്ലേ? രണ്ടായിട്ടേ അരയ്ക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ രണ്ടായിട്ട് അരച്ച് തീരും അല്ലേ? അപ്പൊ രണ്ടായിട്ട് അരച്ച് എന്തായാലും തീരും. അപ്പൊ നമുക്ക് അരച്ച് തീർന്നു കഴിയുമ്പോ കാണാം ബാക്കി അല്ലേ? അപ്പൊ നമ്മുടെ അരി അരക്കൽ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് പകുതി മുകളിൽ നമ്മൾ അരച്ചിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് പറയാനുള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ അകത്ത് നമ്മൾ അരയ്ക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. എന്താണ് നമ്മുടെ ആട്ടുകല്ലിൽ അരയ്ക്കാനായിട്ട് വലിയ പാടുന്നൊന്നും പറയാനൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ആരും അരി ആട്ടുകല്ലിൽ അരയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നത്. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ പകുതിയിൽ കൂടുതൽ ഞാൻ അരച്ചു കേട്ടോ. ഇപ്പൊ ഇനി ക്യാമറകളെ പിടിക്കുന്നതുകൊണ്ടാണ് പയ്യെ അരയ്ക്കുന്നത്. അതല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ സ്പീഡിൽ അരയ്ക്കും. അപ്പൊ ഞാൻ ആദ്യം ഒരു കൈ കൊണ്ട് അരച്ച് ഒരു കൈ കൊണ്ട് തട്ടി ഇട്ടുകൊണ്ടാണ് അരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തെ അമ്മ പറഞ്ഞു അമ്മ തട്ടിയിടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അരച്ചതേ കണ്ടില്ല. മാവ് നോക്കി, നിങ്ങൾ നോക്കി. ഇപ്പൊ നമ്മളൊരു 15 മിനിറ്റ് ഒക്കെ അരച്ചിട്ടുള്ളൂ അല്ലേ അമ്മേ? 10-15 മിനിറ്റ് അരച്ചപ്പോഴേ ഒരു പകുതിയിലും മുകളിൽ ഇത് അരഞ്ഞിട്ടുണ്ട്. ഞാൻ അരയ്ക്കാമേ മാറ്. പകുതിയിലും മുകളിൽ ഇപ്പൊ അരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല ശരിക്കും. പിന്നെയല്ലേ പണ്ട് ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെയല്ലേ മരക്കണം, വീടുകളിലും എല്ലാം. അപ്പൊ അവരുടെ ഇച്ചിരി വലിയ ആട്ടുകളായിരിക്കും അല്ലെ? ഹോട്ടലിലൊക്കെ വലിയ കല്ല, 3-4 അരിയിട്ട് അരയ്ക്കണ കല്ല. അപ്പൊ കുറെ നാളായിട്ട് അമ്മയുടെ ഒരു ആഗ്രഹമാണ് അരി അരയ്ക്കണം, കല്ലിൽ അരി അരച്ച് അല്ലെ? കല്ലിൽ അരി അരച്ച് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. എന്താണെങ്കിലും ഇന്ന് കറണ്ട് പോയോണ്ടാണ്. സാധാരണ നമ്മൾ കറണ്ട് പോകുമ്പോ അങ്ങനെ നമ്മള് അരി അരയ്ക്കാറൊന്നും ഇല്ല കേട്ടോ. അരി വെള്ളത്തിൽ ഇടാറില്ല നമ്മള്. അപ്പൊ ഇന്ന് രാവിലെ കറണ്ട് ഉണ്ടായിരുന്നു, പോവാറില്ല കറണ്ട്. ഭയങ്കര മഴയല്ലോ, പോസ്റ്റൊക്കെ ഒടിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ എന്താണല്ലോ നിങ്ങൾ നോക്കിയതേ ഒന്ന് വാരി കാണിച്ചാമേ. കണ്ടോ? പകുതിയിലും മുകളിൽ അരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ മിക്കവാറും അമ്മ ഇങ്ങനെ അരി അരയ്ക്കുമ്പോ ഞാനാ തട്ടിയിടാറ് അല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയിടും, ഒരാൾ തട്ടിയിടും, ഒരാൾ അരയ്ക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ അരച്ചിട്ടൊന്നുമില്ല വലിയ കാര്യമായിട്ട്. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ അരി വേണ്ട ഇത്രയും നേരം അവനെ അരച്ചത് കേട്ടോ. ഞാനങ്ങ് മാറിയിരുന്നായിരുന്നു അവനെ അരച്ചത്.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് അരച്ച് കൂട്ടിയിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തൂത്തിട്ട് നമ്മൾ കോരിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കല്ല് അരി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും കറണ്ട് നമ്മളെ ചതിച്ചെങ്കിലും നമ്മൾ അങ്ങനെ ചതിയിൽ പെട്ടില്ല അല്ലെ. നമുക്ക് കല്ലുള്ളതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കല്ലുള്ളതായിട്ട് കാര്യമില്ല, നമ്മൾ ഇതിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അരയ്ക്കാൻ പറ്റിയത്. കാരണം കഴിഞ്ഞിടയ്ക്ക് നമ്മള് ചമ്മന്തിയൊക്കെ ഇടിച്ചു. അപ്പൊ നമ്മുടെ കല്ല് കഴുകി നല്ല വൃത്തിയാക്കി നമ്മള് മൂടിയിട്ടേക്കുന്നത് നമ്മള്. അപ്പൊ അത് കാരണം പെട്ടെന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകി നമുക്ക് അരയ്ക്കാൻ പറ്റി. അതല്ല കല്ലൊക്കെ വല്ല പുറത്തൊക്കെ നമ്മൾ അരയ്ക്കില്ല. പിന്നെ അകത്ത് കിടന്നാലും വൃത്തിയാക്കാതെ കിടന്നാൽ ഇതിനകത്ത് ഒത്തിരി പൊടിയൊക്കെ പിടിക്കും അല്ലെ. നമ്മളെപ്പോഴും മൂടിയിട്ടേക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മള് ഇതിന്റെ അകത്ത് പൊടിക്കുകയൊക്കെ ചെയ്ത. പിന്നെ അതുപോലെ മിക്കവാറും നമ്മൾ എന്തെങ്കിലും പൊടിക്കാനുണ്ട് ഇതിന്റെ അകത്ത് പൊടിക്കുന്നത് കൊണ്ട് നമ്മൾ കാപ്പിക്കുരു പൊടിക്കണത് ഇതിന്റെ അകത്ത് നമ്മള് കാപ്പിക്കുരു, പിന്നെ ഇടിച്ചമന്തി, പുളി ഇടിക്കും, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കല്ല് ഉള്ളത് കൊണ്ട് നമ്മളിത് ഈ രീതിയിൽ നമ്മൾ അരച്ചെടുത്തു. അപ്പൊ ഒരു ദിവസം നമുക്ക് കറണ്ട് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, ഈ ഒരു പരിവല്ലമേ എന്തായാലും ഈ ഒരു ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം അല്ലെ. പിന്നെ അരച്ചുണ്ടാക്കുന്നതിനാ രുചി. ഭയങ്കര നമ്മുടെ കാലും കൈയൊക്കെ ഒന്ന് അനങ്ങുക, നമ്മുടെ കൈയൊക്കെ ഒന്ന് മസലൊക്കെ ഒന്ന്. പിന്നെ അരയ്ക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ അരയ്ക്കും, വെള്ളം കോരും, വിറവ് കീറും പെണ്ണുങ്ങള്. ഒക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നതാ. കൊരാറായോ ഇപ്പൊ? ഇനി പാത്രത്തിലേക്ക് കോരുവാണോ ഇത്? ആ പാത്രം കഴുകി വെച്ചേക്കുന്ന ഏതാമ്മ? ഈ കല നമ്മുടെ ഈ കലത്തിലേക്ക് തന്നെയാണോ കോരുന്നത്? ഇതിലേക്ക് അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ സംഭവം കോരാൻ പോവാ. മതിമേ അരച്ചത് അല്ലേ? എന്നാ ഇത്ര അരയ്ക്കാണ്ട് ഞാൻ അരയ്ക്കാം. അരക്കണോ ഇനി? കോരുവാണോ? പരുവം കാണിക്കാൻ നോക്കട്ടെ. മതി അരച്ച കോര്. അമ്മ വീണ്ടും വീണ്ടും അരച്ചോണ്ടിരിക്കും കേട്ടോ. അരി എത്രയും അരയുന്ന അത്രയും നല്ലതാ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ. ആണോ? അപ്പൊ ഈ ഒരു റേഷ്യോയിൽ നിങ്ങളും ചെയ്യുക കേട്ടോ. ഇടങ്ങഴി അരി, അതായത് 4 നാഴി അരി, 1.5 ഗ്ലാസ് ഉഴുന്ന്. അപ്പൊ 2 നാഴിയാണെങ്കിൽ 3/4 ഗ്ലാസ് ഉഴുന്ന് അല്ലെ. 2 ഗ്ലാസ് അരി 3/4 ഗ്ലാസ് ഉഴുന്ന്. വെറും അത് മാത്രം മതി, വേറെ ഒന്നും അതിൻ്റെ അത് ചേർക്കണ്ട അല്ലെ. ഒന്നും ചേർക്കണ്ട, നല്ല അടിപൊളി ഇഡലി കിട്ടും. പണ്ട് ഉഴുന്നാന്നേലും ഉഴുന്നൊക്കെ തിരികലിലാ പൊട്ടിക്കുന്നത്. ഇതൊക്കെ തിരികലിനകത്ത ഉഴുന്ന് പൊട്ടിക്കുന്നത്. നമുക്കൊക്കെ അന്ന് പണ്ടൊക്കെ ഞങ്ങൾക്ക് ഉഴുന്ന് കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉഴുന്ന് ഞങ്ങൾ ഉണക്കി പറിച്ചെടുത്ത് ഉണക്കും. ഉണങ്ങുന്ന പറിച്ചെടുക്കും. എന്നിട്ട് അത് വെയിലത്തിട്ട് ഉണങ്ങി ചവിട്ടി വെച്ചിട്ട് അത് ഉണങ്ങി പിന്നെ ഉഴുന്ന് ഉണക്കി വെച്ച് നമ്മള് മേടിക്കും. ശരിക്കും പറഞ്ഞാൽ പറ്റിക്കും ഇതേപ്പോ അല്ലേ. ഇപ്പൊ ഇത് അരച്ചാണെങ്കിൽ കോരി എടുക്കുവാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അരക്കണം. എന്നിട്ട് നാടൻ ഈ തിരികലിനകത്ത് അത് ഇങ്ങനെ തിരികലിന്റെ ഒരു കമ്പുണ്ട്. ആ ഉഴുന്ന് ഇങ്ങനെ വരണ്ടിട്ട് ഇങ്ങനെ കമ്പുകൊണ്ട് തിരിക്കും. തിരിക്കുമ്പോ ഉഴുന്നെല്ലാം പൊട്ടി വരും. ആ ഉഴുന്ന് നമ്മൾ ദോശക്കൊണ്ടിരിക്കുക. അല്ല നമ്മൾ ഉഴുന്നൊന്നും കാശ് കൊടുത്ത് മേടിക്കൂലായിരുന്നു. മതിമേ എന്നാ ഞാൻ അരക്കാം. ഇനി അരക്കണോ? ഇച്ചിരുടെ തരി ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ മാറി ഞാൻ അരക്കാം. ഇനിയിപ്പൊ നിന്റെ കയ്യെ പറ്റിക്കണ്ട. നമ്മൾ ഈ അരി അരച്ച് എടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കലത്തിൽ തൂത്ത് നമ്മൾ ഇറക്കണം. ഇങ്ങനെ കൈകൊണ്ടാണ് വാരുന്നത് അല്ലേ, വാരി എടുക്കുന്നത്. ചിലരൊക്കെ ചിലപ്പോ പറയാം, അയ്യോ നിങ്ങൾ ഇതൊക്കെ കൈകൊണ്ടാണോ ചെയ്യുന്നത്, ഇതിനൊക്കെ തവി ഉപയോഗിക്കേണ്ടെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇങ്ങനെ തന്നെയാണ് അരി അരയ്ക്കുന്ന തവി കൊണ്ടൊന്നും പറ്റത്തില്ല അല്ലെ. ഇങ്ങനെ കൈകൊണ്ട് തന്നെ അരച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് രാത്രിയിലത്തെ നമ്മളുടെ ഒരു ബുദ്ധിമുട്ട്, കറണ്ട് നമുക്ക് വന്ന ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് നമ്മള് ഈ അരി സത്യം പറഞ്ഞാൽ കളയാന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. ഇതിനെ അരയ്ക്കണ്ട. കാരണം നാളെ രാവിലെ നമ്മൾ ഇത് അരയ്ക്കായിരുന്ന പുളിച്ചു പോകില്ലമ്മേ. വെള്ളത്തിൽ രാവിലെ അമ്മ ഇട്ടത് അരയ്ക്കാനായിട്ട്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ കറണ്ട് പോയതുകൊണ്ടാണ് നമുക്ക് അരയ്ക്കാൻ പറ്റാഞ്ഞത്. 11 മണിക്ക് കറണ്ട് പോയത്. നമ്മുടെ ഫ്രിഡ്ജൊക്കെ മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഫ്രിഡ്ജൊക്കെ ഓഫായി കിടന്നിട്ട്. അല്ലെ ഫ്രീസറിന്റെ അകത്താണെങ്കിലും നമുക്ക് തണുപ്പുണ്ടായിരുന്നത് അതിലാണെങ്കിലും അരി എടുത്ത് വെക്കാറുണ്ട്. പക്ഷെ എല്ലാം ഉരുകി. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ അരി അരച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു കല്ലിനി ഉണ്ട് അരയ്ക്കാനായിട്ട്. അപ്പൊ അത് കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ തന്നെ അങ്ങ് അരച്ച് എടുത്ത് വെക്കാം. എന്താണേലും കല്ല് പിടിക്കണമേ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങള്. ശരിക്കും നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒത്തിരി ഇത്. പിന്നെ കുറെ പേര് അറിയോ ഇവന് എന്ത് ഇങ്ങനെ പറയണം, അമ്മ പറയട്ടെ എന്ന് പറയും. അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴും പറയാനൊന്നും പറ്റത്തില്ല. അതാണ് ബുദ്ധിമുട്ട് അല്ലേ. ഞങ്ങൾ രണ്ടുകൂടെ പറഞ്ഞാൽ മാത്രമാണ് അമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ പറയുകയും കൂടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത് നമ്മൾ സൗണ്ട് ഓവർ ഒന്നും അല്ല കൊടുക്കുന്നത്, ഓൺ ദ സ്പോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സാദരം മനസ്സിലാക്കുക അല്ലേ? സാദരം ക്ഷമിക്കുക. അപ്പൊ അടുത്തതും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചോളാം ഇനി അടുത്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് അല്ലെ? വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? അരമണിക്കൂർ വേണം അരച്ചെടുക്കാൻ. അരമണിക്കൂർ വേണം അല്ലെ? എന്നിട്ട് ഞങ്ങൾ ചോറിനത്തുള്ളൂ. അപ്പൊ നമുക്ക് ചോറിനുമ്പോ നല്ല ടേസ്റ്റ് കൂടും, അധ്വാനിച്ചിട്ട് ചോറിനുമ്പോ. അപ്പൊ എല്ലാവർക്കും ബൈ.